വീണ്ടും സ്വാഗതം. ഫൈനൽ ആർഗ്യുമെന്റിലേക്ക് ഇന്നത്തെ രണ്ടാമത്തെ വിഷയത്തിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിന്റെ അതിവേഗ റെയിൽ പദ്ധതിക്ക് വി.ഡി. സതീശൻ സർക്കാർ അതിവേഗം പൂട്ടിട്ടിരിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിയുടെ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിലുടനീളം കണ്ടതൊപ്പം സമരസമിതിയുടെ ആഹ്ലാദ പ്രകടനമൊക്കെ കണ്ടു. അജിംസ്, അന്ന് എതിർത്തത് കൊണ്ട് ഇന്ന് റദ്ദാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന്റെ പ്രായോഗികതയും അതിന്റെ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി ചിന്തിച്ചെടുത്ത തീരുമാനമാണെന്ന് കരുതുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്, എനിക്ക് എൻ്റെ തെളിവുകളൊന്നുമില്ല, ഞാൻ വിശ്വസിക്കുന്നത് ഈ സിൽവർ ലൈൻ പദ്ധതിയെ UDF എതിർക്കാനുള്ള കാരണം അതിൻ്റെ പാരിസ്ഥിതിക നാശമോ അതിൻ്റെ ഫീസിബിലിറ്റി ഒന്നുമല്ല എന്നാണ്. ആ പദ്ധതി എങ്ങാനും ഓണായി കഴിഞ്ഞിരുന്നെങ്കിൽ, LDF സർക്കാരിൻ്റെ കയ്യിൽ ഓണായി കഴിഞ്ഞിരുന്നെങ്കിൽ ആ സർക്കാരിന് ലഭിക്കാൻ സാധ്യതയുള്ള കമ്മീഷൻ തടയുക എന്നുള്ളതായിരുന്നു UDFിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ അതിവേഗ കോറിഡോർ കൊണ്ടുവരുന്നു. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? സിൽവർ ലൈനും UDF കൊണ്ടുവരാൻ പോകുന്ന അതിവേഗ കോറിഡോർ ആകാശത്തോടെ ഉണ്ടാകുമോ? ഭൂമിയിൽ തന്നെ ഉണ്ടാകണം. ഇനി അതല്ല, തൂണിൻ്റെ മുകളിലൂടെ ആണ് എലിവേറ്റഡ് രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും വലിയ ചിലവ് വരും. ഭൂമി ഏറ്റെടുക്കുന്ന പോലെ തന്നെ ചിലവ്, ഭൂമി ഏറ്റെടുക്കുന്ന അത്ര വരില്ലെങ്കിൽ അതിന് ചിലവുണ്ടാവും. അപ്പോൾ ആ പദ്ധതിയെ എതിർക്കുന്നത് രാഷ്ട്രീയമായാണ്, അല്ലാണ്ട് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ വിചാരിച്ചാണ് UDF എതിർക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം ഇത് ഒന്നാലോചിച്ച് നോക്കി, UDFിൻ്റെ തന്നെ ഇതായിരുന്നു, ആശയമായിരുന്നു എക്സ്പ്രസ് ഹൈവേ മുന്നേറ് കൊണ്ടുവന്നത്. എക്സ്പ്രസ് കൊണ്ടുവന്നപ്പോൾ കേരളം രണ്ടായി പിളർന്നു. അതിനനുകൂലിച്ചും എതിർത്തും. അന്ന് CPM ഉൾപ്പെടെ അതിനെ എതിർത്തതാണ്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. വലിയ ചെലവ് വരുന്ന, വലിയ പരിസ്ഥിതി നാശം വരുന്ന ഒരു പദ്ധതിയാണ്. പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ അതിനെ എതിർത്തിരുന്നു. ഏതാണ്ട് സമാന സ്വഭാവമാണ് സിൽവർ ലൈൻ ഉണ്ടായിരുന്നത്. വലിയ തോതിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നു, നിരവധി പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നു, അതുണ്ടാകുന്ന പരിസ്ഥിതി നാശമൊക്കെയാണ്. ഈ പരിസ്ഥിതി നാശം കുറച്ച് ഒരു അതിവേഗ റെയിൽ പാത എന്നുള്ളത് പലതരം പ്രപ്പോസൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലുണ്ടെന്ന് പറയാൻ കാരണം ഇപ്പോൾ നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായി തന്നെ റെയിൽവേയുടെ ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രപ്പോസൽ മുമ്പിലുണ്ട്. ഈ സിൽവർ ലൈനിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, സിൽവർ ലൈൻ ഈ പറഞ്ഞ നിലനിൽക്കുന്ന റെയിൽ എക്സിസ്റ്റിംഗ് ലൈനുമായി ഒരുപാട് അകലത്തിലാണ്, ജനവാസ മേഖലയിലൂടെയാണ്, നഗരങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് വയബിൾ ആയിട്ടുള്ളത്, ഏതാണ് ഫീസിബിൾ ആയിട്ടുള്ളത്, ഏതാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള പലതരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇവർ ഇപ്പോൾ അതിവേഗ കോറിഡോർ എന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമാക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. കാരണം ഇത്തരം വലിയ പ്രൊജക്റ്റുകൾ, ഗ്രാൻഡ് പ്രൊജക്റ്റുകളൊക്കെ എപ്പോഴും UDFിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്. ഉദാഹരണത്തിന് കൊച്ചി മെട്രോ ഉൾപ്പെടെ, വിഴിഞ്ഞം പോർട്ട്, വല്ലാർപാടമൊക്കെ ഉൾപ്പെടെ UDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ സതീശൻ്റെ പ്ലാൻ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയണം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വകുപ്പ് വിഭജനത്തിൽ റെയിൽവേയുടെ ചുമതല ആർക്കാണെന്ന് അറിയില്ല. ഈ കെറെയിൽ എന്ന് പറയുന്ന കോർപ്പറേഷൻ, കെറെയിൽ പിരിച്ചുവിട്ടിട്ടില്ലല്ലോ, സിൽവർ ലൈനാണ് റദ്ദാക്കിയിട്ടുള്ളൂ. കെറെയിൽ ആരുടെ കീഴിലാണ് വരുന്നതിലുണ്ടോ, വകുപ്പ് വിഭജനത്തിലുണ്ടോ? ഇല്ല, അത് കണ്ടിട്ടില്ല. അപ്പോൾ അതാരാണത് ആ വകുപ്പ് ഭരിക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും കേരളത്തിൽ റെയിൽവേ വികസനം അനിവാര്യമാണ്. നിലവിൽ തന്നെ ഈ പാത സ്ട്രെയിറ്റൻ ചെയ്യാനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഹൈസ്പീഡ് ട്രാൻസിഷൻ കേരളത്തിന് അനിവാര്യമാണ്. കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്, ഒരു നാട പോലെ, ഒരു ഷൂലേസ് പോലെ കിടക്കുകയാണ്, ഒരറ്റം പോലെ മറ്റൊരു അറ്റം വരെ. അപ്പോൾ ഹൈവേ പണി പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ റെയിൽ സംവിധാനത്തിൻ്റെ പോരായ്മകൾ നമുക്കറിയാം. ഇപ്പം നിലനിൽക്കുന്ന പാത നേരെയാക്കി വന്ദേ ഭാരത് പോലുള്ള കൂടുതൽ ട്രെയിനുകൾ കൊണ്ടുവന്ന് വേഗതയിൽ ഓടിക്കാൻ കഴിയുമോ? അതാണോ മാർഗം? സമാന്തര പാത ഈ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് പാതയ്ക്ക് ഒപ്പം ഉണ്ടാക്കുകയാണോ? അതല്ല ഈ സിൽവർ ലൈനിൻ്റെ മാതൃകയിൽ തന്നെ ഇപ്പോൾ ഇതുപോലെ ഭൂമി എടുക്കാനാണോ നിലപാടൊന്നും നമുക്കറിയില്ല, വ്യക്തതയില്ല. അവരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അവർ കൂടി ആഗ്രഹിക്കുന്ന ഒന്നാണ്, UDF കൂടി ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു അതിവേഗ പാത എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞത് ഞങ്ങൾ അതിവേഗ ഇടനാഴി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ശരി സാർ, മഞ്ഞക്കുറ്റി ഏതായാലും ഓർമ്മയായി. പുതിയ കുറ്റികൾ സാധ്യമാണോ കേരളത്തിൻ്റെ? അല്ല, ഇതിൽ ഇപ്പോൾ സിൽവർ ലൈൻ എന്നത് ഒരു എതിർക്കപ്പെട്ടത് കേവലം ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, അതിലുപരിയായിട്ട് ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ ഉൾപ്പെടെ എതിർത്തതിന് സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് മീറ്റർ ഗേജ് ആണ് എന്നുള്ളതാണ്. ബ്രോഡ് ഗേജ് നമ്മുടെ മറ്റെല്ലാ റെയിൽവേ ഇതും ബ്രോഡ് ഗേജിലാവുമ്പോൾ അതുമായിട്ട് ഇൻ്റർ കണക്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പദ്ധതി ഒരിക്കലും കേരളത്തിന് ഒട്ടും യോജിച്ചതല്ല എന്നുള്ളത്. ഇപ്പം ഞാനതിൽ കണ്ട ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻസും ക്രിറ്റിക്സും ഒക്കെ വായിച്ചത് RVG മെനുവിൻ്റെ റൈറ്റപ്സ് എന്നാണ്. അത് വളരെ അതുകൊണ്ടാണ്, അപ്പോഴാണ് നമുക്കത് അതിൻ്റെ അപകടങ്ങളൊക്കെ പലതും. ഈ മാത്രമല്ല, ഇന്ന് സതീശൻ അതിൽ എടുത്തു പറഞ്ഞു. ഇപ്പോൾ അജിംസ് പറഞ്ഞല്ലോ, അവർ കൊണ്ടുവരാൻ പോകുന്ന സ്പീഡ് കോറിഡോർ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ഈ എംബാങ്ക്മെൻ്റാണ് 300 കിലോമീറ്ററോളം ദൂരത്തിൽ ഉള്ള. അതാണ് കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ഒരിക്കലും യോജിക്കാത്ത. കാരണം ഇങ്ങനെ ഒരു കുറച്ച് കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന നമ്മുടെ പ്രകൃതി, നമ്മുടെ ഈ ഒരു ടോപ്പോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അത് യോജിച്ചതല്ല എന്നുള്ളതാണ്. എനിവേ, ഇവർ കൊണ്ടുവരാൻ പോകുന്ന സാധനത്തിന് ഒരു
മാതൃക എന്നുള്ള നിലയിലാണോ ഇപ്പോൾ നമ്മുടെ ഈ ശ്രീധരൻ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു പദ്ധതി ഉണ്ടല്ലോ, അതിപ്പോൾ കേന്ദ്രത്തിന് കഴിഞ്ഞ സർക്കാർ തന്നെ അതിനകത്ത് പേരെന്തായാലും ഞങ്ങൾക്ക് വിരോധമില്ല, വേണം എന്നുള്ള നിലപാടോടുകൂടി അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതാണോ ചർച്ചയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് തന്നെ കൊണ്ടുവരികയാണോ ചെയ്യാമെന്ന് നമുക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത് സംഭവിച്ച അവസാനം നടന്ന ഒരു അനീതിയുണ്ട്. അതായത് ഇത് റദ്ദാക്കി, ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു, പക്ഷെ അപ്പോഴും ഇതിൻ്റെ വിജ്ഞാപനം റദ്ദ് ചെയ്തിരുന്നില്ല. ഈ വിജ്ഞാപനം റദ്ദ് ചെയ്യാതിരുന്നതുകൊണ്ട് ഈ മഞ്ഞക്കുറ്റി ഇട്ട സ്ഥലങ്ങളിലുള്ള ആളുകളുടെ ജീവിതം തന്നെ ഭയങ്കര പ്രയാസകരമായി. കാരണം അവർക്ക് ആ ഭൂമി പണയം വയ്ക്കാനോ വിൽക്കാനോ ഒന്നും തന്നെ കഴിയാത്ത സാഹചര്യമായി പോയി. അതാണ് ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്ക് പോയിരുന്നത്. അതിനുള്ള ഒരു അറുതി, വളരെ കേവലം ഒരു ഉത്തരവിലൂടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് സർക്കാർ അത് ചെയ്യാതിരുന്നത് നമുക്കറിയില്ല. വെറുതെ ഈഗോ പ്രശ്നമായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. അതാണ് ഇപ്പോൾ ചെയ്തത്. ഇത് അത്രമാത്രമേ ഉള്ളൂ. ടെക്നിക്കലി ക്ലോസിംഗ് ദ ചാപ്റ്റർ, പ്രൊവൈഡിങ് ഇവർക്ക് അതിനുള്ള അവരുടെ ആ ബാധ്യതകൾ മുഴുവൻ ഒഴിവാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു സംഗതിയിലേക്ക് പോകുന്നു. നിയമക്കുരുക്കുകളൊക്കെ അഴിച്ചു കൊടുക്കുന്നു. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇനി പുതിയ സംഗതികൾ ആലോചിക്കട്ടെ. ഇതിപ്പോൾ ഈ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഈ സമരക്കാർ ഉന്നയിച്ച അല്ലെങ്കിൽ അവർ ആശങ്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം 1300ഓളം ഹെക്ടർ ഭൂമിയാണ് ഇതിനു വേണ്ടി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. 20,000 കുടുംബങ്ങളെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത്, ഇത്രയും ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് അത്തരമൊരു പദ്ധതി പ്രായോഗികമല്ല എന്നുള്ളതായിരുന്നു ഇവരുടെ വാദം. ആ വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് UDF ആ സമരത്തെ പിന്തുണയ്ക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിജ്ഞാപനം. പക്ഷേ നമ്മുടെ വലിയ പദ്ധതികൾ വരുമ്പോൾ ഉണ്ടാകുന്ന കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സിനെ കൂടി നമ്മൾ കണക്കാക്കണം. നേരത്തെ അജിംസ് സൂചിപ്പിച്ച എക്സ്പ്രസ് ഹൈവേ കേരളത്തിൽ അന്ന് നടപ്പാക്കുമെന്ന് പറഞ്ഞ അന്ന് മുതൽ എന്തൊരു പ്രക്ഷോഭമാണ് കേരളത്തിലുണ്ടായത്. പക്ഷേ പിന്നീട് ഈ ദേശീയപാതയുടെ വീതി കൂട്ടുന്ന സമയത്ത് എന്ത് പറഞ്ഞു? അന്ന് സമരം നടത്തിയ ഡോക്ടർ ആസാദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു, അന്ന് ഞങ്ങൾ എക്സ്പ്രസ് ഹൈവേക്ക് എതിരെ സമരം നടത്തിയ തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, അതിലൊരു ഒറ്റ കാര്യം ഞാൻ റിജോയിൻഡർ പറഞ്ഞോട്ടെ. അതായത് അക്കാലത്ത് ഇല്ലാത്ത ഒരു നിയമം പിന്നീട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വന്നല്ലോ. എക്സ്പ്രസ് ഹൈവേ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല അവരുടെ പ്രശ്നം. ഈ പറയുന്ന പോലെ കേരളം രണ്ടായി, ഇയാളുടെ ബാലേട്ടൻ്റെ പശുവിനെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ കേരളത്തെ രണ്ടായി പകുത്തു മാറ്റുന്നു, അത് വല്ലാത്തൊരു സാമൂഹികമായ അകൽച്ച കേരളത്തിൽ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വാദങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഭാഗം. അപ്പോൾ പിന്നീടാണ് പറഞ്ഞത് ചിലപ്പം എക്സ്പ്രസ് ഹൈവേ എന്ന് വിഭാവനം ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഒരു റോഡ് മാത്രമായിരുന്നില്ല. അതിലൂടെ തന്നെയാണ് ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ പോകേണ്ടത്, അതിലൂടെയാണ് പിന്നെ ജലഗതാഗതം അങ്ങനെ പല റെയിൽവേ ലൈൻ പോകുന്നത്. അങ്ങനെ ഒരു വലിയൊരു പദ്ധതിയായിരുന്നു അത്. പിന്നീട് എന്തുണ്ടായി? അതിനുശേഷം എന്തുണ്ടായി? ഇപ്പോൾ ദേശീയപാതക്കായി നമുക്ക് 60 മീറ്റർ വേറെ എടുക്കേണ്ടി വന്നു, ഗെയിൽ പൈപ്പ് ലൈനിന് വേറെ സ്ഥലം എടുക്കേണ്ടി വന്നു. അപ്പോഴാണ് ഈ ഡോക്ടർ ആസാദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്, ഇത് നമ്മൾ എതിർത്ത് തെറ്റായിപ്പോയി. അന്നത്തെ പദ്ധതിയെ ഒന്ന് മാറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നടപ്പിലാക്കിയായിരുന്നു വേണ്ടിയെന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മുടെ ഒരു പൊതുവൻ അപ്പോൾ അന്ന് എക്സ്പ്രസ് ഹൈവേ അത് ഇല്ലാതായിപ്പോയി. പിന്നീട് ഗെയിൽ പൈപ്പ് ലൈൻ വന്നു. ഞാൻ ഒരുപാട് സമരങ്ങൾ പോയി റിപ്പോർട്ട് ചെയ്ത അന്ന് എന്താ പറഞ്ഞത്? ഇത് വാതക ബോംബാണെന്നാണ് പറഞ്ഞത്. CPM അടക്കമുള്ളവർ സമരരംഗത്തുണ്ടായിരുന്നു. വാതക ബോംബാണെന്ന് പറഞ്ഞു. CNG എന്ന് പറയുന്ന ഗ്യാസ് ഒരിക്കലും LPG ഗ്യാസിനോളം അപകടകാരിയേ അല്ല. അത് അത്തരത്തിൽ അപകടം ഉണ്ടാക്കുന്ന ഒരു വാതകമല്ല. പക്ഷേ അപ്പോഴും വാതക ബോംബ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പേടിപ്പിച്ചിട്ടായിരുന്നു ആ സമരത്തെ. പിന്നെന്തുണ്ടായി? ആളുകൾ എല്ലാവരും സ്ഥലം കൊടുത്തു, ആവശ്യത്തിന് പണം അവർക്കൊക്കെ കിട്ടി. അവർ ദേശീയപാതയുടെ കാര്യം എന്താ? ഈ നമ്മുടെ ദേശീയപാത ഗേറ്റുകളിലൊക്കെ വീടുകളിലെ ഗേറ്റുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ചുങ്കപ്പാതയ്ക്ക് വേണ്ടി സ്ഥലമെടുക്കാൻ ഇങ്ങോട്ട് കയറി വരരുത് എന്നുള്ള മഞ്ഞ കളറുള്ള, അതൊരു മഞ്ഞ കളറുള്ള ബോർഡ് എല്ലാവരും വെച്ചിരുന്നു. പക്ഷേ എന്തുണ്ടായി? ഇപ്പം റോഡിന് സാറ് പറഞ്ഞ പോലെ പുനരധിവാസ പദ്ധതിക്ക് ഇത്രയും പണം കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ റോഡിന് സ്ഥലം കൊടുക്കാൻ വേണ്ടി ആൾക്കാർ തയ്യാറാണ്. ഇപ്പോൾ ഗ്രീൻ ഹൈവേ വരാൻ പോകുന്നുണ്ടല്ലോ, ഗ്രീൻ ഹൈവേക്ക് വേണ്ടി ആളുകൾ സ്ഥലം കൊടുക്കുക, എൻ്റെ സ്ഥലത്തൂടെ റോഡ് പോട്ടെ എന്നാണല്ലോ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാലത്ത് ഈ പദ്ധതികൾക്ക് വേണ്ടി ആളുകൾ ഇത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ സിൽവർ ലൈനിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. വലിയ ഭയപ്പാടായിരുന്നു ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത്. അല്ല, അതിന്റെ ഒരു പ്രൊസീജിയറൽ സംഗതി കണ്ടിട്ട് തന്നെ നമുക്ക് മൊത്തം അബദ്ധം. കാരണം റിവേഴ്സ് ഓർഡറിലേക്കാണോ DPR വന്നത് പിന്നെയാണ്, അതിനു മുമ്പേ മഞ്ഞക്കുറ്റികൾ വരുന്ന. അപ്പോൾ ആ ഒരു ഭയപ്പാട് ജനങ്ങൾക്ക് വല്ലാതെ, ആ ഭയപ്പാട് മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് സ്വാഭാവികമായും ഈ സമരം ഇത്ര 1400 ദിവസങ്ങളോളം സമരം നടന്നില്ലേ, ചങ്ങനാശ്ശേരിയിലും ഇവിടെയൊക്കെ സമരം നടന്നില്ലേ. അപ്പോൾ ആളുകൾ ആ സമരത്തിൻ്റെ കൂടെ അവിടെ തന്നെ ഇരിക്കാനുള്ള കാരണം എന്താണ്? ആ ഭയപ്പാടാണ്. ആ ഭയപ്പാട് മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുക? പക്ഷേ ഇതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണ്. നമുക്ക് ഒരു അതിവേഗ പാത വേണ്ടതുണ്ടല്ലോ. അതിവേഗ പാത നമുക്ക് വേണം. ഇപ്പം ഇന്നിപ്പോൾ UDF പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മൾ അതിവേഗ പാതയ്ക്കെതിരല്ല. അപ്പം കാലങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഈ പാത എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് നമ്മൾ ചോദിക്കും.
അതുകൊണ്ട് അതിവേഗ പാത, കാരണം ഒരുപാട് പാതകൾ ഇപ്പം ഈ മുംബൈ ഹൈദരാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി വാരണാസി, ചെന്നൈ മൈസൂരു, ഹൈദരാബാദ് ബംഗളൂരു തുടങ്ങിയ പാതകളുടെ ഒക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്കും ഒരു പാത വേണ്ടേ എന്ന്, അതുകൊണ്ട് നമുക്കൊരു പാത വേണമെന്നല്ല, ഒരു കാലത്ത് നമുക്ക് ആ പാത വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, പരമാവധി സ്ഥലമേറ്റെടുപ്പ് കുറച്ച് പരമാവധി ആളുകളെ ദ്രോഹിക്കാതെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തയാണ് വേണ്ടത്. അപ്പോഴും ഈ ശ്രീധരൻ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരുന്നു. ആ പദ്ധതി എവിടെ പോയി എന്നുള്ളത് കൗതുകകരമായ ചോദ്യമാണ്. യെസ്. അപ്പോൾ കേന്ദ്രത്തിന്റെ പരിഗണനയിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല. അപ്പോൾ വാക്കുപാലിച്ചതൊക്കെ, ഒപ്പം ഈ ഭൂവുടമകളുടെ ആശങ്കകളും പ്രയാസങ്ങളും ഒക്കെ പെട്ടെന്ന് നീക്കിയതും ഒക്കെ, പക്ഷേ ഒരു സമാനമായ ബദൽ പാത അനിവാര്യമാണ്. അതെങ്ങനെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ വി ഡി സതീശൻ സർക്കാരിന് കഴിയുമെന്ന് കാത്തിരുന്നു.